ഈസി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന LGS എക്സാമിനുള്ള PSC റിവിഷൻസ് അല്ലെങ്കിൽ ആവർത്തന ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് മുതൽ ഈ ശനിയാഴ്ച വരെയുള്ള എല്ലാ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ളായി ഇരുന്ന് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 52ാമത്തെ ക്വസ്റ്റ്യനാണ്. ഞാൻ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയി ആ വീഡിയോ നിങ്ങൾ ഫുള്ള് ഇരുന്ന് കാണുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് 52ാമത്തെ ക്വസ്റ്റ്യൻ. സി ആണ്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അടുത്തത്, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ബി ആണ് ആൻസർ, ഡൽഹി. 54ാമത്തെ, ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതെല്ലാം? 56 ഡി ആണ് സെൻസസ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സെൻസസ് ആണ്. 57ാമത്തെ, ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ബി ആണ്, ഭാഷകളാണ്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഭാഷകളാണ്. അടുത്തത്, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? 58ാമത്തെ, ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശമാണ്. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയാനാണ് 60ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്വത്തവകാശം. ഏതാണ്? സ്വത്തവകാശമാണ്. ഓപ്ഷൻ ഡി, സ്വത്തവകാശം. അത് ഏത് ഭേദഗതിയിലൂടെയാണ് എടുത്തു മാറ്റപ്പെട്ടത്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് എടുത്തു മാറ്റപ്പെട്ടത്. അടുത്തത് 61ാമത്തെ, വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? 61ാമത്തെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആനന്ദമഠ. അടുത്തത് 62ാമത്തെ, ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 52 സെക്കൻഡാണ്. അടുത്ത 63ാമത്തെ, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് 63ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതിയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ബി ആണ്, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിലുള്ള അവകാശമാണ്. അടുത്തത് 65ാമത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ്
21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ ആണ് 86-ാം ഭേദഗതി. അടുത്തത് 66-ാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് 66-ാമത്തെ. അപ്പോൾ നിങ്ങളിത് ഓപ്ഷൻസ് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ആൻസർ പറയാം. 66-ാമത്തെ എ ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നുള്ളതാണ്. അടുത്തത് 67-ാമത്തെ. താഴെ പറയുന്നവയിൽ സ്വതന്ത്രത്തിനുള്ള അവകാശം എന്ന് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത് എന്നുള്ളതാണ് 67-ാമത്തെ. ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം. അടുത്തത് 68-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്റ് ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. 68B ആണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 69-ാമത്തെ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ്. 69. ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 3, 4 അടുത്തത് 70-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് 70-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ എന്നുള്ളതാണ് 70-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്. 1, 2. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? 71-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡി ആണ് ആൻസർ. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സ്വീകരിച്ചിരിക്കുന്നത്. അടുത്തത് 72-ാമത്തെ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത് എന്നുള്ളതാണ്. 72-ാമത്തെ ബി ആണ്. മണിപ്പൂരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ് ഓപ്ഷൻ ബി, മണിപ്പൂർ. അടുത്തത് 73-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, രാജസ്ഥാൻ. അടുത്തത് 74-ാമത്തെ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? 74-ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. പാർലമെന്റിനാണ്. ആർക്കാണ്? പാർലമെന്റിനാണ്. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത് എന്നാണ്. 75-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. 101-ാം ഭേദഗതി. അടുത്തത് 76-ാമത്തെ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. 76-ാമത്തെ ബി ആണ് ആൻസർ. 1, 3, 4 ശരിയായിട്ടുള്ളത്. അടുത്തത് 77-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നുള്ളതാണ്. 77 ഓപ്ഷൻ ഡി ആണ്. 3, 4. നമുക്ക് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് 78-ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അത് നമുക്ക് ഓപ്ഷൻസ് വായിക്കുക തന്നെ വേണം. ആദ്യം എ. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശ ഭക്തിഗാനമാണ് വന്ദേ മാതരം. അതുപോലെ തന്നെ ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ സി. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് 78-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായ പ്രസ്താവനയാണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് 79-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ നമുക്ക്
വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ കണ്ടെത്തുക എന്നുള്ളതാണ് 79ാമത്തെ സി ആണ്, ഒന്ന് മാത്രം. ഏതാണ്? ഒന്ന് മാത്രമാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് 80ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉമാണ്. അടുത്തത് 81ാമത്തെ ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നുള്ളതാണ് 81ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്. 1, 2, 4 അടുത്തത് 82ാമത്തെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് 82ാമത്തെ എ ആണ്. 1, 3, 4 അടുത്തത് 83ാമത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷന്മാരായ 2 വനിതകൾ ആരെല്ലാം എന്നുള്ളതാണ് 83ാമത്തെ ക്വസ്റ്റ്യൻ. 83ാമത്തെ എ ആണ് ആൻസർ. സുഷമ സിംഗും ദീപക് സന്തോ. അടുത്തത് ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. അടുത്തത് 85ാമത്തെ ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, 26 ജനുവരി 1950. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാൻ കഴിയും എന്നുള്ളതാണ് 86. ബി ആണ് ആൻസർ, 10. അടുത്തത് മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ 87 സി ആണ്, സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് 88. ബി ആണ്, 2ഉം 3ഉം മാത്രം. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് 89. ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് 90ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 3. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3ലാണ്. അടുത്തത് 91ാമത്തെ താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു എന്നുള്ളതാണ് 91ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്, ആരാണ്? വില്യംസ് മൂന്നാമനാണ്. ഓപ്ഷൻ ഡി വില്യംസ് മൂന്നാമൻ. 92ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? 92 സി ആണ്, 458 300 mm ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് 93ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 28(1). അടുത്തത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, 293. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, 8. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു എന്നുള്ളതാണ് 97ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. അടുത്തത് ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി അതുപോലെ എന്നിവയിലൂന്നുന്ന വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20. അതിലാണ്.
അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. നമുക്ക് 99ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണെന്നുള്ളതാണ് 99. ഓപ്ഷൻ എ ആണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ചേർന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. അടുത്തത് 100ാമത്തെ അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, 1955. അടുത്തത് 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്നതിനുള്ള ഉത്തരവ് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് 101ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്തത് 102ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണെന്നുള്ളതാണ് 102ാമത്തെ. ഓപ്ഷൻ ഡി ആണ്, മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്